നെക്സ്റ്റ് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. നമുക്കറിയാം ഇൻ്റർ ഹലജൻ കോമ്പൗണ്ട്സിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മുടെ ഹാലജൻസിൻ്റെ ഇൻ്റർമീഡിയറ്റ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷേ അവരുടെ മെൽറ്റിങ്ങും ബോയിലിംഗ് പോയിൻറ്റ്സും വളരെ കൂടുതലാണ്. ഇനി നമ്മൾ പറഞ്ഞു ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് അനുസരിച്ച്, ഫോർ എക്സാമ്പിൾ IF7 ആണെന്ന് വിചാരിച്ചോ, അവരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് എന്താ വളരെ കൂടുതലാണ്. അപ്പോൾ ആ കോമ്പൗണ്ട് എന്തായിരിക്കും? പോളാർ കോമ്പൗണ്ട് ആയിരിക്കും. ആ പോളാർ കോമ്പൗണ്ട് ആണെങ്കിൽ തന്നെ അവരുടെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സും എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആ ബോണ്ട് സ്ട്രോങ് ബോണ്ടായിരിക്കും. അപ്പോൾ അവരുടെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ ഒന്നെന്ന് പറയണത് അവരുടെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കൂടുതലാണ് എന്ന് പറയുന്നത് ഇൻ്റർ ഹലജൻ കോമ്പൗണ്ട്സിനെ എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ? വെറും ഹലജൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഇൻ്റർ ഹലജൻസ് കോമ്പൗണ്ട് ഫോം ചെയ്തതിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവരുടെ ബോണ്ട് സ്ട്രോങ്ങർ ആയിരിക്കും. അതുപോലെ തന്നെ അപ്പോൾ അവരുടെ എന്താ ഉണ്ടാവുക? മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കൂടുതലായിരിക്കും. അപ്പോൾ അവരുടെ തെർമൽ സ്റ്റെബിലിറ്റിയും കൂടും. ഓക്കെ. ഇനി ഇൻ്റർ ഹലജൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചറാണ്. അവർക്ക് എന്തില്ല? സെയിം നമ്പർ ഓഫ് ആറ്റംസ് ആണ് അല്ലേ? അപ്പോൾ എപ്പോഴും എന്താണ്? ഡയാമാഗ്നറ്റിക് നേച്ചറാണ്. ഓക്കെ. ഇനി ജനറൽ പ്രോപ്പർട്ടീസ് എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം ഇൻ്റർ ഹലജൻ കോമ്പൗണ്ട്സ് നമ്മൾ പറഞ്ഞു ഹലജൻ കോമ്പൗണ്ട്സിനെക്കാട്ടിലും എന്താണ്? കൂടുതൽ റിയാക്റ്റീവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എങ്ങനെ ഇൻ്റർ ഹലജൻ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്? XX' ഇങ്ങനെയല്ലേ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കാം. ഈ XX' എന്നില്ലേ, X എന്ന് പറയുന്നത് ബിഗർ ആയിട്ടുള്ള ഹലജനും X' എന്ന് പറയുന്നത് എന്താണ്? സ്മോളർ ഹലജനും. ഓക്കെ. അപ്പോൾ ഇവരുടെ റിയാക്ടിവിറ്റി കൂടുതലാണെന്ന് പറയുന്നത്. അതായത് XX' ബോണ്ട് ഫോം ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ. എക്സ് എന്നുള്ള ബോണ്ട് ഫോം ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ FF എന്നുള്ള ബോണ്ടാണെന്ന് വിചാരിച്ചോ. അതുപോലെ CLF എന്നാണ് ബോണ്ട് ഫോം ചെയ്തതെന്ന് വിചാരിച്ചോ. ഇവർ ഫോം ചെയ്ത ബോണ്ട് എന്തായാലും കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിരിക്കും. നേരെ മറിച്ച് ഇൻ്റർ ഹലജൻ കോമ്പൗണ്ട് ഫോം ചെയ്ത ബോണ്ട് എന്താണ്? കുറച്ചും കൂടെ ലെസ് സ്ട്രോങ്ങർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇയാൾ പെട്ടെന്ന് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. അതായത് ഇൻ്റർ ഹലജൻ കോമ്പൗണ്ട്സ് എന്താണ്? ഹലജൻസിനെക്കാട്ടിലും കുറച്ചും കൂടെ റിയാക്ടിവിറ്റി കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കിയാൽ അവരുടെ റിയാക്ടിവിറ്റി ഓർഡർ എങ്ങനെ നോക്കിയേ? CLF ഗ്രേറ്റർ ദാൻ BRF ഗ്രേറ്റർ ദാൻ IF. കണ്ടോ? ഇങ്ങനെയാണ് റിയാക്ടിവിറ്റി ഉണ്ടായിരിക്കുക. CLF BRF IF. ഇനി ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻ്റർ ഹലജൻസ് കോമ്പൗണ്ട് ഫോം ചെയ്തിരിക്കുന്നത് ഒരേ ഹലജൻസ് തന്നെയാണെന്ന് വിചാരിക്കുക. പക്ഷേ അതിൻ്റെ എണ്ണം വ്യത്യാസം ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് BRF5 BRF3 BRF ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ റിയാക്ട് ചെയ്യുന്ന ആരായിരിക്കും? BRF5 ആയിരിക്കും. മനസ്സിലായോ? ഇനി വേറൊരു കേസ് എന്ന് പറയുന്നത് ട്രൈഫ്ലൂറൈഡ് ഓഫ് ക്ലോറിൻ ആൻഡ് ബ്രോമിൻ. അതായത് CLF3യും അതുപോലെ BRF3യും ഫോം ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ. ഈ CLF3യും BRF3ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. CLF3 എന്തുമായിട്ടും എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. അതായത് ഈവൻ കോൺക്രീറ്റ് ആയിട്ടടക്കം CLF3 റിയാക്ട് ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് അയാൾക്ക് എന്തിൻ്റെ കഴിവുണ്ട്? ഈ ഫ്ലൂറിനെ ഇങ്ങനെ കൊടുക്കാനുള്ള കഴിവ് കൂടുതലാണ്. ഫ്ലൂറിനേറ്റിംഗ് ഏജൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ വാട്ടറായിട്ടും റബ്ബറായിട്ടും ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ ആയിട്ട് നല്ലോണം റിയാക്ട് ചെയ്യും. അതായത് എക്സ്പ്ലോസീവാണ് നേച്ചർ എന്നാണ് പറയുന്നത്. ഏത് മെറ്റലിനെയും നോൺ മെറ്റലിനെയും ഇഗ്നൈറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ വുഡ്, ഹെയർ, ക്ലോത്തിനെയൊക്കെ ഫ്ലെയിം ബേസ്റ്റിംഗ് നടത്താൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ട്. ആസ്ബറ്റോസ് ഷീറ്റിനെ അടക്കം എന്ത് ചെയ്യാൻ പറ്റും? ഇഗ്നൈറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. CLF3 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കോമ്പൗണ്ട് അധികം ലാബിൽ വെക്കാറില്ല. ഓക്കെ. ആൻഡ് BRF3 എന്താണ്? ഇതേപോലെ തന്നെയാണ്. പക്ഷേ ഇതേപോലെ പെട്ടെന്ന് റിയാക്ട് ചെയ്യില്ല. സ്ലോ റിയാക്ടിവിറ്റിയാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു CLF3യും BRF3യും എന്ത് ചെയ്യും? ഫ്ലൂറിനേറ്റിംഗ് കോമ്പൗണ്ട്സ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. യുറാനിയത്തിനെ CLF3 എന്ന് പറയുന്ന കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യുറാനിയം ഫ്ലൂറൈഡ് ഹെക്സാ ഫ്ലൂറൈഡ് ഫോം ചെയ്യാൻ UF6 ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് എന്ത് ചെയ്തു? CLF3 എന്ത് ചെയ്തു? ഫ്ലൂറിനെ യുറാനിയത്തിനോട്ട് എന്ത് ചെയ്തു? ഡൊണേറ്റ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ ഈ CLF3 BRF3യുടെയും ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലായില്ലേ? ഓക്കെ. ഇനി അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ആദ്യത്തെ ആക്ഷൻ വിത്ത് വാട്ടർ. നമ്മുടെ ഹാലജൻസ് റിയാക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇൻ്റർ ഹാലജൻസ് എന്ത് ചെയ്യാം? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാം. പക്ഷേ അവർ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് എന്താണെന്ന് പറഞ്ഞുതരാം കേട്ടോ.
നമുക്ക് ICL എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻ്റർ ഹൈഡ്രജൻ കോമ്പൗണ്ടാണ് അല്ലേ. അയാൾ വാട്ടറായിട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? HCl-ഉം HIO എന്നുള്ള കോമ്പൗണ്ടും കിട്ടി അല്ലേ. അതിൽ CL എങ്ങോട്ട് പോയി? ആസിഡായിട്ട് ഫോം ചെയ്തു അല്ലേ. ഹൈഡ്രജൻ ആസിഡായിട്ട് ഫോം ചെയ്തു. ബാക്കിയുള്ള അയഡിൻ എന്ത് ചെയ്തു? ഓക്സോ ആസിഡായിട്ട് ഫോം ചെയ്തു. അതായത് ഏറ്റവും വലിയ ഹലജൻ എന്ത് ചെയ്തു? ഓക്സോ ആസിഡ് ആയിട്ടും ഏറ്റവും ചെറിയ ഹലജൻ എന്ത് ചെയ്തു? ആസിഡായിട്ടും ആസിഡ് കോമ്പൗണ്ടിലോട്ട് മൂവ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ആലോചിച്ചോ. അപ്പോൾ ICl3യുടെ കേസാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ഉണ്ടാകുന്നത്? HCl-ഉം HIO2-ഉം തന്നെയാണ് ഉണ്ടാകുന്നത്. അപ്പം ഏറ്റവും ചെറിയ ആൾ ആസിഡായിട്ട് ഫോം ചെയ്യും, ഏറ്റവും വലിയ ഹലജൻ എന്ത് ചെയ്യും? ഓക്സോ ആസിഡായിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുക. മനസ്സിലായില്ലേ? ഇനി എക്സാമ്പിൾ നോക്കി. IF7+6H2O എന്ത് ചെയ്തു? HF-ഉം HFiO6-ഉം ഫോം ചെയ്തു. അതിൽ ഫ്ലൂറിൻ എങ്ങോട്ട് പോയി? ആസിഡ് ഫോം ചെയ്യാൻ പോയി. അയഡിൻ എന്ത് ചെയ്തു? ഓക്സോ ആസിഡ് ഫോം ചെയ്യാനായിട്ട് പോയി. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി ആക്ഷൻ വിത്ത് ആൽക്കലി ഏതൊക്കെയാണ്? ബേസുകളാണ് അല്ലേ. NaOH KOH പോലെയുള്ള കോമ്പൗണ്ടുകളാണ് എന്ത്? ആൽക്കലി എന്ന് പറയുന്നത്. നമ്മുടെ ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട് ബേസായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് കിട്ടും നോക്കിയാൽ. ഫോർ എക്സാമ്പിൾ ICl എന്ന് പറയുന്നത് NaOH ആയിട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ NaCl വന്നു, NaOI വന്നു. ഓക്കെ, പ്ലസ് വാട്ടർ. നമുക്കൊന്നില്ലെങ്കിൽ ഹലൈറ്റ് പോലെയുള്ള കോമ്പൗണ്ടുകളാണ് എന്ത് ചെയ്യുന്നത്? ഫോം ചെയ്യുന്നത്. ഓക്കെ. ഇനി ആക്ഷൻ വിത്ത് ആൽക്കലി മെറ്റൽ ഹലൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കലി മെറ്റൽസ് ഹലൈഡുകൾ ഫോം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ KCl, KF, KBr പോലെയുള്ള കോമ്പൗണ്ട് ഫോം ചെയ്തു എന്ന് വിചാരിക്കാം. അയാളും നമ്മുടെ ഇൻ്റർ ഹൈഡ്രജൻ കോമ്പൗണ്ടുമായിട്ട് എന്ത് ചെയ്യും? റിയാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് പോളി ഹലൈഡ്സ് ആണ്. K+ICl2-, അല്ലെങ്കിൽ ഇവിടെ നോക്കി KCl-ഉം ICl3 കൂടെ കമ്പൈൻ ചെയ്തിട്ട് എന്താ വന്നത്? K+ICl4 വന്നു. മനസ്സിലായില്ലേ? ഇനി അതർ റിയാക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ അതർ റിയാക്ഷൻസിൽ എന്താണ്? അഡീഷൻ റിയാക്ഷൻ. നമ്മുടെ ഹാലജൻസ് ക്ലോറിനും ബ്രോമിനും പോലെ നമ്മുടെ ഇൻ്റർ ഹാലജൻസും എന്ത് ചെയ്യും എന്നറിയോ? അഡീഷൻ റിയാക്ഷൻസിൽ ഉൾപ്പെടുന്നുണ്ട്. അഡീഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമുക്ക് ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടൊക്കെയുള്ള കോമ്പൗണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട് ആഡ് ചെയ്തു. ഓക്കെ, ICl എന്ന് പറഞ്ഞത് ആഡ് ചെയ്തു വിചാരിച്ചോ ഈത്തീനിലോട്ട്. അപ്പോൾ എന്ത് കിട്ടി? ഒരു അയഡിൻ എന്താണ്? ഒരു കാർബണിൻ്റെ കൂടെയും ക്ലോറിൻ എന്ത് ചെയ്തു? അടുത്ത കാർബണിൻ്റെ കൂടെയും പോയി. അപ്പോൾ CH2Cl, CH2I എന്നുള്ള കോമ്പൗണ്ട് ഫോം ചെയ്തു. 1-chloro 2-iodo-ethane ഫോം ചെയ്തു. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഒരു അഡീഷൻ കോമ്പൗണ്ട് ഫോം ചെയ്തു. ഇനി അടുത്തത് സ്ട്രക്ചേഴ്സ് ഓഫ് ഇൻ്റർ ഹാലജൻ കോമ്പൗണ്ട്സ്. നമ്മൾ സാധാരണ എല്ലാ കോമ്പൗണ്ടിൻ്റെയും സ്ട്രക്ചർ പറയുന്ന പോലെ തന്നെ നമ്മൾ എന്താ VSEPR തിയറി ഉപയോഗിച്ചിട്ടാണ് സ്ട്രക്ചർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ഓരോന്നിൻ്റെയും സ്ട്രക്ചേഴ്സ് എന്താണെന്ന് നോക്കാം. ആദ്യം ClF3 ശ്രദ്ധിച്ചോട്ടോ. എളുപ്പമാണ് ഇത് കണ്ടുപിടിക്കാനായിട്ട്. ClF3 എന്ന് പറയുന്നത് ആദ്യം എന്ത് ചെയ്യുക? ക്ലോറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. എന്താണ് ക്ലോറിൻ്റെ? നമുക്കറിയാം 17 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. 17 എന്ത് അറ്റോമിക് നമ്പർ. അപ്പോൾ എങ്ങനെ എഴുതുക? നിയോൺ 3s2 3p5 ആണ്. 3s2 3p5. അതിൽ 2 ഇലക്ട്രോൺ PX-ൽ, 2 PY-ൽ, 1 PZ-ൽ. ഇങ്ങനെയല്ലേ ഫോം ചെയ്യുന്നുണ്ടായിരിക്കാം. നോക്ക്, 3s2 3p5. ആദ്യം 3 Pയിലുള്ള 3 ഫില്ല് ചെയ്തതിന് ശേഷമാണ് ബാക്കി 2 ഫില്ല് ചെയ്യുന്നത് PX-ലും PY-ലും. ഓക്കെ, അപ്പോൾ 3s2 3p5 ആയി അല്ലേ. ഇനി ഇപ്പോൾ ഇത് നമുക്കറിയാം എന്തുണ്ട്? D ഓർബിറ്റലും കൂടെ ഉണ്ട് ക്ലോറിന്. അപ്പോൾ Dയും കൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി എന്താണ്? ClF3 ആണ് അല്ലേ. 3 ഫ്ലൂറിൻ ആറ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം? 3 ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ് വേണം. അപ്പോൾ എന്ത് ചെയ്തു? ഈ PYയിലുള്ള ഒരു ഇലക്ട്രോൺ ഉണ്ടല്ലോ D ഓർബിറ്റലിലോട്ട് എന്ത് ചെയ്തു? എക്സൈറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള P ഓർബിറ്റലുകൾ കിട്ടി അല്ലേ. 2 Pയും 1 Dയും ആയി. ഓക്കെ അല്ലേ. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ ഓരോ ഫ്ലൂറിൻ ആറ്റം 3 ഫ്ലൂറിൻ ആറ്റം ഉണ്ട്. അപ്പോൾ ഓരോ ഫ്ലൂറിൻ ആറ്റത്തിനും ഓരോ ഷെല്ലിൽ എന്ത് ചെയ്യാൻ പോയിട്ട് ബോണ്ട് ഫോം ചെയ്യാം അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? ഇവിടെ S ഉണ്ട്, P 3 ഓർബിറ്റലുണ്ട്, 1 D ഓർബിറ്റലുണ്ട്. അപ്പോൾ എന്തായി? sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അപ്പോൾ നമുക്ക് എത്ര sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടി? 5 sp3d ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടി. ഇത് 3 കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അല്ലേ.
3 ഫ്ലൂറിൻ ആറ്റത്തിന് എന്ത് ചെയ്യും, ഇവിടെ ബോണ്ട് ഫോം ചെയ്യാം. അപ്പോൾ 3 ബോണ്ട് പെയറും വന്നു. ഇനി ഇവിടെ എന്തുണ്ട്, 2 എന്തുണ്ട്, ലോൺ പെയറും വന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് 3 മൊത്തം എത്രയാണ്, 5 ഹൈബ്രിഡ് അല്ലേ, 5 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ്. 5 ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ഷേപ്പ് വേണ്ടത്, ട്രയഗണൽ ബൈപിരമിഡൽ. പക്ഷേ ഇവിടെ 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും ആണ് വന്നിരിക്കുന്നത് അല്ലേ. 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും വന്ന് എങ്ങനെയാണ് നിൽക്കുന്നത് നോക്കിയേ. 3 ബോണ്ട് പെയർ, 1 2 3, 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും. അപ്പോൾ നമ്മുടെ റിപ്പൽഷനൊക്കെ നോക്കണം. ലോൺ പെയർ റിപ്പൽഷൻ, ബോണ്ട് പെയർ റിപ്പൽഷനൊക്കെ മിനിമം ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ശരിക്കും എന്താ വേണ്ടത്, ട്രയഗണൽ ബൈപിരമിഡലാണ് വേണ്ടത് അല്ലേ. ട്രയഗണൽ ബൈപിരമിഡലായി എങ്ങനെ വരുന്നത് നോക്കിയാൽ, ഇതാണ് ട്രയഗണൽ ബൈപിരമിഡൽ. അപ്പോൾ ലോൺ പെയർ എന്ത് ചെയ്തു, നമ്മളിവിടെ ഇട്ട് കൊടുത്തു, ഇവിടെ ഇട്ട് കൊടുത്തു. ഈ ബാക്കി 3 സ്ഥലത്ത് എന്ത് ചെയ്തു, ബോണ്ട് പെയർസ് ഇട്ട് കൊടുത്തു. മനസ്സിലായോ? അപ്പം നമുക്ക് എന്താ വരുന്നത്, ടി ഷേപ്പാണ് വരുന്നത്. മനസ്സിലായില്ലേ? ഇനി ഈ ഒരു റിപ്പൽഷൻ ഉള്ളതുകൊണ്ട്, ലോൺ പെയർ റിപ്പൽഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ആംഗിളിന് 90 ഡിഗ്രി എന്ന് ഒരു ചെറിയ കുറവ് വരും. അതാണ് എന്ത്, 87.4 ഡിഗ്രി. മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് ചെയ്തു, കുറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ ClF3യുടെ ഷേപ്പ് എന്താണ്, നമുക്ക് എങ്ങനെ കിട്ടിയത്, ടി ഷേപ്പായിട്ടാണ് കിട്ടിയത്. മനസ്സിലായില്ലേ? ശരിക്കും ട്രയഗണൽ ബൈപിരമിഡലായിരുന്നു. പക്ഷേ ഈ ലോൺ പെയർ റിപ്പൽഷൻ കാരണം, ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ കാരണം എന്ത് ചെയ്തു, ഒരു ചെറിയ ഡിസ്ട്രോഷൻ നടന്നു. അപ്പോൾ എന്ത് കിട്ടി, നമുക്ക് ടി ഷേപ്പ് കിട്ടി. അതുകൊണ്ട് തന്നെ ആംഗിളും വ്യത്യാസം വന്നു. 90 ഡിഗ്രിയിൽ നിന്ന് എന്തുമായിട്ട് കുറഞ്ഞു, 87.4 ഡിഗ്രി ആയിട്ട് കുറഞ്ഞു.